സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ലോകത്തിൽ എത്രയോ വലിയ ധനവാന്മാരുണ്ട്, ശതകോടീശ്വരന്മാർ തന്നെ ധാരാളമുണ്ട്. വളരെ വലിയ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ധാരാളം ആളുകൾ, മൈലുകളോളം വിസ്തൃതിയുള്ള സ്വത്തിൻ്റെ ഉടമകളായിട്ടുള്ളവർ, അത്യാധുനികമായ സംവിധാനങ്ങളുള്ള മണിമാളികകൾ ഉണ്ടാക്കി അതിൽ താമസിക്കുന്നവർ, കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളുള്ളവർ, അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ വളരെ വലിയ ശതകോടീശ്വരന്മാർ തന്നെ ധാരാളം ഈ ലോകത്തിലുണ്ട്. അങ്ങനെ തങ്ങളുടെ ജീവകാലത്ത് തങ്ങളുടെ ഇഷ്ടമനുസരിച്ചൊക്കെ ജീവിക്കുവാൻ അവർ വ്യഗ്രത കാണിക്കുന്നു. ഇങ്ങനെ വളരെ വലിയ ധനസമൃദ്ധിയിൽ ജീവിക്കുന്നവർ വീണ്ടും പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അത്യധികമായി പരിശ്രമിക്കുന്നു. അങ്ങനെ പണം ഉണ്ടാക്കുകയും അതെല്ലാം തലമുറകൾക്ക് വേണ്ടി സ്വരൂപിച്ചു വെക്കുകയും ചെയ്യുന്നു. വളരെ വലിയ ആഡംബര ജീവിതം നയിക്കുന്ന ഈ ആളുകൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ധനവാനായ ഒരു മനുഷ്യന്റെ ചരിത്രം അവിടെ എഴുതിയിട്ടുണ്ട്. ഈ ധനവാനായ മനുഷ്യൻ പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഡംബരത്തിൽ കഴിഞ്ഞിരുന്നതായ ആ മനുഷ്യൻ പെട്ടെന്നൊരു നാൾ മരിച്ചതായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് നേരെ പാതാളത്തിൻ്റെ ഏറ്റവും അടിത്തട്ടായിട്ടുള്ള യാതനാസ്ഥലത്തേക്ക് പോയി എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ആ യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ട് ഈ ധനവാനായ മനുഷ്യൻ്റെ ആത്മാവ് ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്നതായി താൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ആ ആത്മാവ് വളരെ വലിയ ദാഹം അനുഭവിക്കുന്നതായും താൻ വിളിച്ചു പറയുന്നു. അതും മാത്രമല്ല, യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ട് പർദീസയിലിരിക്കുന്ന അബ്രഹാം പിതാവിനോട് തൻ്റെ 5 സഹോദരന്മാർ ഭൂമിയിലുണ്ടെന്നും ഭൂമിയിൽ വളരെ ആഡംബരത്തിൽ തന്നെപ്പോലെ തന്നെ കഴിഞ്ഞുകൂടുന്നതായ ആ സഹോദരന്മാർ ഈ യാതനാസ്ഥലത്തേക്ക് വരാതിരിക്കേണ്ടതിന് അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ അവിടേക്ക് അയക്കണമേ എന്നും താൻ വിളിച്ചു പറയുകയാണ്. നോക്കുക, ജീവിതത്തിൽ ഏറ്റവും വലിയ ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറമായി യാതനാസ്ഥലത്ത് പോയി കിടന്നുകൊണ്ട് അദ്ദേഹം ഏറ്റവും ഭയാനകമായ യാതന അനുഭവിക്കുമ്പോൾ താൻ ഭൂമിയിലുള്ള തൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഓർമ്മിക്കുകയാണ്. തൻ്റെ സഹോദരന്മാർ 5 പേര് ഭൂമിയിൽ തന്നെപ്പോലെ തന്നെ ആഡംബര ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവർ, ദൈവത്തെ അന്വേഷിക്കാതെ ദൈവവഴിയിൽ നടക്കാതെ തന്നിഷ്ടം പോലെ ജീവിക്കുന്ന ആഡംബര ജീവിതത്തിൻ്റെ ഉടമകളായിട്ടുള്ള സഹോദരന്മാരെ സംബന്ധിച്ചുള്ള വളരെ വലിയ ചിന്താഭാരവും അദ്ദേഹത്തിന് ഇപ്പോഴുണ്ട്. ഈ സംഭവത്തിലൂടെ ദൈവവചനം ഒരു കാര്യം വളരെ വ്യക്തമായി ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അതെന്താണ്? ഈ ലോകത്തിൽ വളരെ വലിയ ആഡംബര ജീവിതം നയിക്കുമ്പോൾ ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിലെ ആഡംബര ജീവിതം കഴിഞ്ഞ് മരണത്തിലൂടെ മാറ്റപ്പെടുന്നത് അതിഭയാനകമായ യാതനാസ്ഥലത്തേക്കാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്കറിയാം, ലോക കോടതികളിലെ നിയമപ്രകാരം ഒരു പ്രതിയെ ഒരു കേസിൽ പിടികൂടിയാൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നതുവരെ വിചാരണ തടവുകാരനായി ജയിലുകളിൽ സൂക്ഷിക്കാറുണ്ട്. എന്നാൽ അദ്ദേഹത്തെ പിന്നീട് കോടതികളിൽ വിചാരണ ചെയ്തിട്ടാണ് ന്യായാധിപൻ ന്യായവിധി കൽപ്പിക്കുന്നത്. ഇതേപോലെ തന്നെ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അഗണ്യമായി വിചാരിച്ച് അതിനെ തള്ളിക്കളയുന്ന ഒരു വ്യക്തി ഈ ലോകത്തിൽ നിന്ന് മരണത്തിലൂടെ മാറ്റപ്പെടുമ്പോൾ അദ്ദേഹത്തെ അന്ത്യന്യായവിധി വരെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു തടവറയാണ് യാതനാസ്ഥലം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. യാതനാസ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾ അന്ത്യന്യായവിധിക്കായി വെള്ളസിംഹാസനത്തിന്റെ മുൻപാകെ കൊണ്ടുവരപ്പെടുന്നു എന്നുള്ളത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതലുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അന്ത്യന്യായവിധിക്ക് ശേഷമായി പിശാചിനും അവന്റെ ദൂതന്മാർക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകാഗ്നിയിലേക്ക് അവർ തള്ളപ്പെടുന്നു. നിത്യത മുഴുവനും അവർ അവിടെ കിടക്കുന്നു. ഈ ലോകത്തിൽ നാം എന്തെല്ലാം നേടിയത് കൊണ്ടോ, ആഡംബര ജീവിതം നയിച്ചത് കൊണ്ടോ, സുഖിമാന്മാരായി കഴിഞ്ഞത് കൊണ്ടോ ജീവിതം അർത്ഥപൂർണമാകുന്നില്ല. എന്നാൽ നിത്യമായ നരകാഗ്നിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ദൈവവചനം ഇങ്ങനെ പറയുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ കർത്താവായ യേശുക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് നിത്യജീവനുണ്ട്. നിത്യത മുഴുവനും കർത്താവിനോട് കൂടെ സ്വർഗരാജ്യത്തിൽ വാസം ചെയ്യുവാൻ അവർക്ക് മാത്രമേ സാധിക്കൂ. അല്ലാത്തവൻ നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടും. ക്രിസ്തുവിലൂടെയുള്ള രക്ഷ വിശ്വാസത്താൽ സ്വീകരിച്ച് സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ കർത്താവ് താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. പുത്തൻ പുലരിയിലെ ദൈവിക ശബ്ദം കേൾക്കൂ. സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്.
യേശുവിൻ സ്നേഹത്തിൽ നിന്നുമകന്നു പോയി. ലോകമോഹങ്ങളാൽ കാലം പോക്കി. യേശുവിൻ സ്നേഹത്തിൽ നിന്നുമകന്നു പോയി. ലോകമോഹങ്ങളാൽ കാലം പോക്കി. സകലവും നഷ്ടമായി, ജീവിതം കഷ്ടമായി, വീട്ടുകാരേവരും കൈവെടിഞ്ഞു. സകലവും നഷ്ടമായി, ജീവിതം കഷ്ടമായി, വീട്ടുകാരേവരും കൈവെടിഞ്ഞു. പിതാവേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നാഥാ, നീ എന്നെ കൈവിടല്ലേ.